നമസ്കാരം, എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന മാങ്ങാച്ചാറാണ്. ഞാൻ വീഡിയോ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഞാൻ സംസാരിക്കുന്ന എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇത്രയും മാങ്ങയാണ് ഞാൻ ഇടാൻ പോകുന്നത്. അത് ഞാൻ കഴുകി വെച്ച് ഉണങ്ങിയ മാങ്ങ, കഴുകി ഉണക്കണം, ഉണങ്ങിയിട്ടാണ് ഇടേണ്ടത്. അല്ലെങ്കിൽ അച്ചാറ് കൂട്ടുപോകും. സൈഡ് കട്ട് ചെയ്ത് നീളത്തിലാണ് ഞാൻ അരിയുന്നത്. ഇങ്ങനെ വെച്ച് കട്ട് ചെയ്യണം. ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് അച്ചാറിന്. എല്ലാവരും കുഞ്ഞുകുഞ്ഞാണ് ഇടുന്നത്, ഞാൻ നീളത്തിലാണ് ചെയ്യുന്നത്. മാങ്ങയെല്ലാം കമ്പ്ലീറ്റ് നീളത്തിന് അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഇതിനുള്ളിൽ ചേർക്കാനുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. എന്തൊക്കെയാണ് ചേർക്കാനുള്ളത്? മാങ്ങ അച്ചാണ്ട ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, മുളക് അരിഞ്ഞത്, ഇതിനൊക്കെ അറിയാവുന്നുണ്ടാകും, കറിവേപ്പില. ബാക്കി കാര്യങ്ങൾ ഞാൻ പാചകം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യാം. ഞാൻ അച്ചാറുടെ ഉപയോഗിക്കുന്നത് നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. കടുക് ഇട്ട് കൊടുക്കാം. കടുവാ പൊട്ടുന്നത്. കടു പൊട്ടിയിട്ട് വേണം ഇഞ്ചി ഇട്ട് കൊടുക്കാനുള്ളത്. എല്ലാം പൊട്ടണം, പൊട്ടിയിട്ടേ ഇട്ട് കൊടുക്കാൻ ഇഞ്ചി. നമുക്ക് ഇഞ്ചി ഇടാം. ഇഞ്ചി നമുക്ക് ഇളക്കി കൊടുക്കാം. ഇഞ്ചി മൂക്കണം. ഇഞ്ചി മൂക്കുന്നതിന് നമുക്ക് വെളുത്തുള്ളി ഇടണം, അതിനകത്ത് ചേർക്കണം. വെളുത്തുള്ളിയാണ് ഞാൻ ചേർക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളിയോടെ മൂക്കണം. നല്ല മണം വരും, മൂത്ത മണം. ഇഞ്ചി വെളുത്തുള്ളി നാം മൂക്കി ഇതിനകത്ത് മൂക്കണം. മൂത്തിട്ട് വേണം ഇതിനകത്ത് കറിവേപ്പില ഇടണം. കറിവേപ്പില ഇതിൻ്റെ കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, തീ കുറയ്ക്കണം. ഈ പരുവാകണം. നമ്മൾ തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് മുളകുപ്പൊടി ഇട്ട് കൊടുക്കണം. തീ കൂട്ടിയാൽ മുളകുപ്പൊടി കരിഞ്ഞു പോകും. എന്നിട്ട് ഇളക്കണം. ഇതിനകത്ത് നമ്മൾ വിനാഗിരി ഒഴിക്കണം. ഓരോരുത്തരും മാങ്ങയുടെയൊക്കെ അളവനുസരിച്ചാണ് ഈ മുളക് പൊടി ഇടുന്നതൊക്കെ. എന്നിട്ട് വിനാഗിരി ഒഴിക്കുന്നു. വിനാഗിരി തോന്നി ഒഴിക്കുന്നത് നല്ലതാണ്. വിനാഗിരി ഒഴിച്ച് നമുക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. ഇതിനകത്താണ് ഉപ്പ് ചേർക്കുന്നത്. ഉപ്പ് ഞാൻ ഇപ്പഴാണ് ചേർക്കുന്നത്. ഇപ്പൊ ഞാൻ എടുത്ത മാങ്ങയ്ക്കുള്ള ആവശ്യത്തിന് ഉപ്പാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന അനുസരിച്ച്, നിങ്ങൾ മാങ്ങ എത്ര എടുക്കുന്ന അനുസരിച്ച് ഉപ്പ് ചേർത്താൽ മതി. നിങ്ങൾ നോക്കണം, കയ്യിൽ വെച്ച് നോക്കണം ഉപ്പുണ്ടോ എന്ന്. ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് ഇതിനകത്ത് ഇനി അടുത്ത് ചേർക്കാനുള്ള കായപ്പൊടി.
കായപ്പൊടിയാണ് ചേർക്കുന്നത്. ഉലുവാപ്പൊടി, ഉലുവ പൊടിച്ചതാണേ. നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് മാങ്ങ ഇടാം. നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എനിക്കിഷ്ടമായാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ. ഈ മാങ്ങയുടെ ഗ്രേവി എല്ലാം ഇട്ട് ഇളക്കി. ഇത് മതി, കറിയുടെ ആവശ്യമില്ല. ഉണ്ടാ സൂപ്പ്. നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കണം. എന്നിട്ട് കമന്റ് ഇടണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.